ഗുരുവായൂരപ്പന്റെ വലിയ ഭക്തയായിരുന്നു മഞ്ജുള എന്ന പെൺകുട്ടി. എല്ലാ വൈകുന്നേരങ്ങളിലും അവൾ ഭഗവാന് മാലകൾ കൊണ്ടുവരുമായിരുന്നു. ഒരു ദിവസം അവൾ വൈകിപ്പോയതിനാൽ ക്ഷേത്രം അടച്ചു. ഗുരുവായൂരിൽ ആനയോട്ടം ആരംഭിക്കുന്ന ആൽമരത്തിനു ചുവട്ടിൽ അവൾ കുറ്റബോധത്തോടെ ഇരുന്നു. ക്ഷേത്രത്തിൽ നിന്ന് മടങ്ങുകയായിരുന്ന ഭഗവാന്റെ ഭക്തനായ പൂന്താനം ആൽമരത്തിന്റെ ചുവട്ടിൽ ഇരുന്നു കരയുന്ന മഞ്ജുളയെ കണ്ടു. അയാൾ അവളെ ആശ്വസിപ്പിച്ചു. ഭഗവാൻ എല്ലായിടത്തും ഉള്ളതിനാൽ ആൽമരത്തിന്റെ ചുവട്ടിലെ കല്ലിൽ പൂമാല സമർപ്പിച്ചു കൊള്ളാൻ അദ്ദേഹം മഞ്ജുളയോട് പറഞ്ഞു. അവസാനം ആ മാല അവിടെ ആൽമര ചുവട്ടിൽ സമർപ്പിച്ചു. തൃപ്തയായി മഞ്ജുള വീട്ടിലേക്ക് തിരികെ പോയി. പിറ്റേന്ന് രാവിലെ പൂജാരി ഗുരുവായൂരപ്പന്റെ വിഗ്രഹത്തിൽ നിന്ന് എല്ലാ മാലകളും നീക്കം ചെയ്തു. പക്ഷേ ഒരു മാല മാത്രം നീക്കം ചെയ്യാനാകാതെ വിഗ്രഹത്തിൽ തന്നെ കുടുങ്ങിക്കിടക്കുന്നു. പൂന്താനം എല്ലാവരോടും മഞ്ജുളയുടെ കഥ പറഞ്ഞു. തുടർന്ന് പൂമാല വിഗ്രഹത്തിൽ നിന്ന് വേർപെട്ടു. ഭക്തർ ഭഗവാന്റെ നാമം ജപിച്ച ആൽമരത്തിന്റെ അടുത്തെത്തി പ്രണമിച്ചു. അന്നുമുതൽ മഞ്ജുള മാല സമർപ്പിച്ച ആൽമരം മഞ്ജുള അൽത്തറ എന്നറിയപ്പെട്ടു.